അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ വ്യത്യസ്ത പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ പ്രാർത്ഥനകളും ദിക്റുകളും. ആ പ്രാർത്ഥനകളുടെ, ദിക്റുകളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അപ്രകാരം നമ്മൾ ചൊല്ലുകയും ചെയ്യുമ്പോൾ തീർച്ചയായും എന്തെന്നില്ലാത്ത ശുഭപ്രതീക്ഷയിലേക്ക്, ആത്മവിശ്വാസത്തിലേക്ക്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് പരിഹരിക്കപ്പെടുമെന്ന വളരെ പോസിറ്റീവായ ഒരു ചിന്തയിലേക്ക് വിശ്വാസികൾക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രതീക്ഷയുണ്ടാക്കുന്ന, ഏറെ ആത്മവിശ്വാസം നമുക്ക് പകർന്നു നൽകുന്ന ഒരു പ്രാർത്ഥന ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് നമ്മെക്കൊണ്ട് ചൊല്ലിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അവിടുന്ന് നിർദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ. ഒരു ദിവസം 100 തവണ ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലുകയാണ് എങ്കിൽ അവന് ലഭിക്കുന്നത് 5 കാര്യങ്ങളാണ്. കാനത്ത് ലഹു അദല അശ്രി റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം 100 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ ലഭിക്കുമെന്നാണ്. വകുതിബ ലഹു മിഅതു ഹസന, 100 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ രേഖപ്പെടുത്തപ്പെടും. വമുഹിയത് അൻഹു മിഅതു സയ്യിഅ, അതുപോലെ തന്നെ 100 തിന്മകൾ അവനെ തൊട്ട് മായ്ക്കപ്പെടും. വകാനത്ത് ലഹു ഹിർസം മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് അവന് പ്രൊട്ടക്ഷൻ നൽകപ്പെടും. യൗമഹു ദാലിക ഹത്താ യുംസിയ, പ്രദോഷമാകുന്നതുവരെ, വൈകുന്നേരമാകുന്നതുവരെ. മാത്രമല്ല വലം യഅതി അഹദുൻ ബി അഫ്ളല മിമ്മാ ജാഅ ഇല്ലാ റജുലൻ അമില അക്സറ മിൻഹു. നാളെ പരലോകത്ത് അവനേക്കാൾ കൂടുതൽ നന്മ ചെയ്തവനായി ഒരാളും ഉണ്ടാകുകയില്ല. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് അതിനേക്കാൾ കൂടുതൽ പ്രവർത്തനം ചെയ്തവനല്ലാതെ. അഥവാ 10 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ കൂലി നമുക്ക് നേടാൻ സാധിക്കുന്ന, 100 നന്മകൾ രേഖപ്പെടുത്താൻ മാത്രം പുണ്യം ലഭിക്കുന്ന, 100 തിന്മകളെ മായ്ച്ചു കളയുന്ന, വൈകുന്നേരം വരെ പിശാചിൻ്റെ പ്രൊട്ടക്ഷൻ, പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്ന, പരലോകത്ത് വലിയ പ്രതിഫലം നേടാൻ ഉതകുന്ന ഒരു നന്മയായിട്ടാണ് ഈ ദിക്റിനെ 100 തവണ നമ്മൾ ചൊല്ലുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിൻ്റെ പ്രതിഫലമായി പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റു ചില ഹദീസുകളിൽ വൈകുന്നേരം, അദ്കാറുൽ മസാ, വൈകുന്നേരത്തെ ദിക്റുകളിൽ ഇതേ പ്രാർത്ഥന സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ പ്രഭാതം വരെ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നു. ഈ പറഞ്ഞ കൂലി, ഈ പറഞ്ഞ പുണ്യങ്ങൾ വേറെയും അതുപോലെയുള്ള കൂലി നമുക്ക് നൽകപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്ര പ്രാധാന്യത്തോടെയാണ് ഈ ഒരു ദിക്റിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്.
എന്താണ് ഇതിൽ നമുക്കുള്ള പ്രതീക്ഷ? ഈ ദിക്റിൻ്റെ അർത്ഥവും ആശയവും നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കേവലം നാവ് കൊണ്ട് പറഞ്ഞു പോവുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഏതൊരു ദിക്റും ആ ദിക്റിൻ്റെ കൂടെ മനസ്സുണ്ടാകുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഇതിൻ്റെ ആശയം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്ക് ഓരോ ഭാഗമായി ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല തന്നെ. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരുമില്ല. അഥവാ തൗഹീദാണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് ഇവിടെ നമ്മെക്കൊണ്ട് ആവർത്തിച്ച് അള്ളാഹു പ്രഖ്യാപിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളുണ്ട് എങ്കിലും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറയേണ്ടത്, എൻ്റെ ആവലാതികൾ ഞാൻ സമർപ്പിക്കേണ്ടത് റഹ്മാനായ ഇലാഹായ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ്. ഒരു മനുഷ്യരിലേക്കോ ഒരു സൃഷ്ടിയിലേക്കോ അതല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെന്ന് പറയുന്ന ആളുകളിലേക്കോ ഒന്നും ഞാൻ പോകാൻ പാടില്ല. മറിച്ച് എൻ്റെ എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും ആ നിലക്കുള്ള സഹായതേട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാകണം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ആവർത്തിച്ചു പറയുന്നത് പോലെ ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയാണ്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് സഹായം ചോദിക്കാനുള്ളത്, സഹായം തേടാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകൾ റബ്ബിന് മാത്രം സമർപ്പിക്കുക. വഹ്ദഹു, ആ വിഷയത്തിൽ അല്ലാഹു ഏകനാണ്. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരുമില്ല. ഷിർക്കിൻ്റെ ചെറിയ ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ആരാധനകൾ ചെയ്യുമ്പോൾ വരെ ഗോപ്യമായ ഷിർക്കായി മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ ഇബാദത്തിനെ നന്നാക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പ്രശംസ കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സ്വതക്ക കൊടുക്കുന്നു, നിസ്കാരം നന്നാക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഇതുവരെ ഗോപ്യമായ ഷിർക്കായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെയൊന്നും ഒരാളുടെ തൃപ്തിയുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു നന്മ ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഇതെൻ്റെ റബ്ബിനുള്ളതാണ്, അല്ല ഇതെൻ്റെ റബ്ബിന് മാത്രമുള്ളതാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും റഹ്മാനായ റബ്ബിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇതാണ് തൗഹീദ്, ആ റബ്ബിന് മാത്രം സമർപ്പിക്കുക. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരുമില്ല, അവന് ഒരു പങ്കുകാരുമില്ല. ഇതാണ് ഒന്നാമതായി ഈ ദിക്റിൻ്റെ ആദ്യത്തെ പാർട്ട്. നമ്മളെക്കൊണ്ട് ആവർത്തിച്ച് റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീക്കിത്തരാൻ ഞാൻ തേടുകയില്ല, ഒരു ഇടങ്ങളിലേക്കും ആ അർത്ഥത്തിൽ ഞാൻ പോകുകയില്ല. എൻ്റെ എല്ലാ ഇബാദത്തുകളും റഹ്മാനായ റബ്ബിന് മാത്രമാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ആദ്യം നമ്മൾ നടത്തുന്നത്. രണ്ടാമത്തത് ലഹുൽ മുൽക്കു, അവനാണ് എല്ലാ അധികാരവുമുള്ളത്. എന്തുകൊണ്ട് അള്ളാഹിനെ മാത്രം ആരാധിക്കണം? എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം? എന്തുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ വേദനകളെ, എൻ്റെ യാതനകളെ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ മാത്രം ഞാൻ സമർപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലഹുൽ മുൽക്കു, അവന് മാത്രമാണ് അധികാരമുള്ളത്. വലഹുൽ ഹംദു, അവനാണ് എല്ലാ സ്തുതികളുമുള്ളത്. അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങൾ, രണ്ട് നാമങ്ങൾ. അള്ളാഹു മലിക്കാണ്, അള്ളാഹു രാജാവാണ്, അള്ളാഹു മാലിക്കാണ്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. അള്ളാഹു ഹമീദാണ്, അള്ളാഹു സ്തുത്യർഹനാണ്. അതാണ് ഈ വചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ്.
ആ റബ്ബ് ഉദ്ദേശിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഉപകാരം ലഭിക്കുക. ആ ഒരു നമുക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് ഉടമപ്പെടുത്തിയത് അള്ളാഹുവാണ്. നമുക്കൊരു ഉപദ്രവം വരുത്തി വെക്കണമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മിൽക്കിയത്തിലാണ് അതുള്ളത്. അള്ളാഹുവിൻ്റെ അധീനതയിലാണ്, അധികാരത്തിലാണ് അതുള്ളത്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം ലഹുൽ മുൽക്ക്, അത് അവന് മാത്രമാണ്. ഇവിടെ ഒരു സൃഷ്ടിക്കില്ല. ഇവിടെ അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഷെയ്ഖിനോ ഏതെങ്കിലും ഒരു തങ്ങൾക്കോ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ ഏതെങ്കിലും ഒരു ബാബക്കോ ഒന്നും അത് നൽകപ്പെട്ടിട്ടില്ല. അത് റഹ്മാനായ റബ്ബിൻ്റെ ആ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് മാത്രമാണ്. മഹാനായ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അത്തരത്തിലുള്ള ഒരു അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. ലഹുൽ മുൽക്കു, അവന് മാത്രമാണ് എല്ലാ നിലക്കുള്ള അധികാരവുമുള്ളത്. ആ അധികാരമെല്ലാമുള്ള ആ റബ്ബിനോടാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത്. ആ റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എത്രയേറെ പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സിൽ. പിന്നെ എന്തിനാണ് ഞാൻ ബേജാറാകുന്നത്? പിന്നെ എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്? കാരണം എല്ലാറ്റിൻ്റെയും അധികാരം റബ്ബിൻ്റെ കരങ്ങളിലാണുള്ളത്. ആ കരങ്ങളിലുള്ള റഹ്മാനായ റബ്ബിനോട് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. വലഹുൽ ഹംദു, അവനാണ് എല്ലാ സ്തുതികളും ഉള്ളത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രശ്നങ്ങളാണ് പലപ്പോഴും എണ്ണാറുള്ളത്. അല്ലേ, പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ എണ്ണാറുള്ളത്, പരാതികളാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്രയോ അനുഗ്രഹങ്ങൾ, കോടാനുകോടി അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ഓരോ മൈക്രോ സെക്കൻഡും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എനിക്ക് നൽകിയ നിഅ്മത്തുകളെ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയ ഒരുപാട് പ്രതിസന്ധികളെ, ഒരുപാട് അപകടങ്ങളെ ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോൾ എത്ര തവണയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ റബ്ബിനെ സ്തുതിക്കേണ്ടത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ 1000 തവണ ആവർത്തിച്ച് ഓരോ സമയത്തു പറഞ്ഞാലും ഒരിക്കലും പകരമാകാത്ത അത്രയും നിഅ്മത്തുകൾ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. വലഹുൽ ഹംദു, അവന് മാത്രമാണ് എല്ലാ സ്തുതികളും ഉള്ളത്. എൻ്റെ ജീവിതത്തിലെ എത്ര അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കുന്നോ അതെല്ലാം, അതിൻ്റെ എല്ലാം ഒരു ഹംദ് എൻ്റെ റബ്ബിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ സ്തുതിക്കുകയാണ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. പിന്നീട് മൂന്നാമത് പറയുന്നത് വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്ക് വലിയ പ്രശ്നമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും. പടച്ചോനെ, എങ്ങനെയാണ് ഈ പ്രശ്നം ഇല്ലാതാകുക? എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറുക? നമ്മൾ വലിയ ആശങ്കയിലാണ്, നമ്മൾ വലിയ ടെൻഷനിലാണ്. എൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ, ഇനിയൊന്നും ഇത് മാറുകയില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് റഹ്മാനായ റബ്ബ് ഇതേ വാചകം നമ്മളെക്കൊണ്ട് 100 തവണയും അതുപോലെ തന്നെ അതല്ലാത്ത ദിക്റുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളറിയണം, ബഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മുടെ പ്രശ്നങ്ങൾ അതെന്തുമാകട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ അതേതുമാകട്ടെ, ആ പ്രശ്നങ്ങളെ, ആ പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ, ആ പ്രശ്നത്തെ പരിഹരിച്ചു തരാൻ, പുതിയ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിവുള്ളവനാണ്, ഖദീറാണ് എൻ്റെ റബ്ബ് എന്ന വിശ്വാസമാകണം. റഹ്മാനായ റബ്ബിനെക്കുറിച്ച് അങ്ങേയറ്റത്തെ പ്രതീക്ഷയാകണം ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. ആ റബ്ബാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. അവനല്ലാത്തവർക്കെല്ലാം, അവരെല്ലാം നിസ്സഹായരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിനെ ആശ്രയിച്ച് നിൽക്കുന്നവനാണ്. എന്നാൽ അള്ളാഹു സ്വമദാണ്, അള്ളാഹു അസ്വമദ്. അല്ലേ, ആവർത്തിച്ച് നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനെ എല്ലാവരും ആശ്രയിക്കുന്നു. അവനാണെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ടതില്ല. അതുകൊണ്ട് എല്ലാറ്റിനും കഴിവുള്ള റഹ്മാനായ റബ്ബിനെ അവനിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ച് പുതിയ ഒരു നല്ല പ്രഭാതത്തിന് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള
ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രാർത്ഥന നമുക്ക് നൽകുന്നത്. ഈ അർത്ഥവും ആശയവും പൂർണ്ണമായി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇൻഷാ അല്ലാഹ് എല്ലാ പ്രഭാതങ്ങളിലും ഈ ഒരു പ്രാർത്ഥന 100 തവണ നമ്മൾ ചൊല്ലാൻ ശ്രദ്ധിക്കുക. പ്രദോഷങ്ങളിലും 100 തവണ ചൊല്ലാൻ ശ്രദ്ധിക്കുക. നമുക്ക് 2 നേരം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ 1 നേരമെങ്കിലും 100 തവണ മനസ്സറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിൽ കൊണ്ടുവന്ന് ചൊല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് 5 നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും എന്നതിനപ്പുറം നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ്, ഒരു നല്ല മാനസികാവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാന ജീവിതം നേടിയെടുക്കാൻ ഉതകുന്ന വീഡിയോകളാണ് നമ്മൾ ചൊവ്വാഴ്ചകളിൽ ചർച്ച ചെയ്യാറുള്ളത്, നമ്മുടെ ഹിമായയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വിടാറുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വീഡിയോ, ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ പരിചയമുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല രീതിയിൽ ശുഭപ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.